നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷം കനത്തതോടെ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷം. 20ഓളം വീടുകൾ വെള്ളക്കെട്ട്. മതിലകത്തെ വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജിന്റെ ക്യാമ്പ് ഓഫീസ് ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷം കനത്തതോടെ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷം. 20ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ പലതും മൂടിപ്പോവുകയും പാതക്കടിയിലൂടെ പണിത കാന വീതി കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. ബൈപ്പാസിന് സമീപത്തെ വീടുകൾ വെള്ളത്തിലാണ്. പപ്പട നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കിടക്കുവാണ്. മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതിലകത്തെ വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. താലം റോഡിൽ അടിപ്പറമ്പിൽ സതീഷിന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മൂർഖന് 7 അടിയോളം നീളമുണ്ട്. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. താണിയം ബസാറിൽ മുണ്ടഞ്ചേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഇടിമിന്നലിൽ വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മുറിക്കകത്തെ ടൈൽസ് തകർന്നു പോയിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി, TV ബോക്സ്, ഫാനുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവ സമയം വിജയലക്ഷ്മി വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ കിഴക്കേപ്പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടി വെട്ടി എൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ എൻ്റെ നേരത്തേക്ക് പൊട്ടി വീണ്. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അകത്ത് ടൈലും എല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ കംപ്ലീറ്റ് വയറിങ്ങും ബൾബൊക്കെ പൊട്ടിത്തെറിച്ച് വടക്കേ പറമ്പിലേക്കൊക്കെ വീണു. എനിക്ക് ചെവി വേദന എടുക്കേണ്ടിപ്പോയി. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജിന്റെ ക്യാമ്പ് ഓഫീസ് ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KK വത്സരാജ് MLA അധ്യക്ഷത വഹിച്ചു. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുൻ MLA മാരായ VS സുനിൽകുമാർ, ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന സുരേന്ദ്രൻ, ബൈന പ്രദീപ്, TK രാജു, മിനി ഷാച്ചി, MR കൈലാസൻ, KP രാജൻ, TK സുധീഷ്, PM അഹമ്മദ്, മുസ്താഖ് അലി, മുഹമ്മദ് ചാമക്കാല, VK ജ്യോതി പ്രകാശ്, പ്രൊഫസർ സിറാജുദ്ദീൻ, നൌഷാദ് കറുകപ്പാടത്ത്, അഡ്വക്കേറ്റ് AD സുദർശൻ എന്നിവർ സംസാരിച്ചു. പള്ളിനട സ്കൂളിന് സമീപം മുൻ വർഷങ്ങളിൽ MLA ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് KK വത്സരാജ് MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കും. വളരെ സന്തോഷപൂർവ്വം നിരവധി ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ട് ഞാൻ എല്ലാവരോടും നന്ദി കൂടി അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ MLA ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഏകീകരണം, അത് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് അറിയിക്കാൻ കഴിയുന്നൊരു കേന്ദ്രം എന്ന രീതിയിൽ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഓഫീസ് തുടരണം എന്ന് തീരുമാനിച്ചത് ഇവിടെ സൂചിപ്പിക്കേണ്ട കഴിഞ്ഞ 15 വർഷമായി. സഖാവ് VS സുനിൽകുമാർ കയ്പമംഗലം മണ്ഡലം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മണ്ഡലം പുതിയതായി വന്ന് ആദ്യം MLA ആയി വന്ന വ്യക്തിയാണ് സഖാവ് VS സുനിൽകുമാർ. അപ്പോൾ അന്ന് മുതൽ
കഴിഞ്ഞ 15 വർഷവും MLA ഓഫീസായിട്ട് പ്രവർത്തിച്ചത് ഈ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഓഫീസിൽ തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പുതിയൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിനേക്കാൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ സുപരിചിതമായ ഒരു ഇടം എന്ന രീതിയിൽ ഇവിടെ തന്നെ തുടരുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലവിലുണ്ടായിരുന്ന ഓഫീസ് ചെറിയ രീതിയിലൊന്ന് റിനോവേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഓഫീസ് പ്രവർത്തനം വളരെ പെട്ടെന്ന് ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചത്. ചന്ദ്രാപിന്നി CHSS LP ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച LKG ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും മാനേജർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് VB ഗണേഷ് അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻസ്ട്രക്ടർ NR രമേശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക VB അമ്പിളി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, MPTA പ്രസിഡന്റ് NK ഷെഫീന, ഡെപ്യൂട്ടി HM സിജിമോൾ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു, KG ഹെഡ് ഷെമിറ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം തിരികെ ഏൽപ്പിച്ച് മാതൃകയായ രക്ഷിതാവ് സന്ധ്യയിൽ സ്കൂൾ മാനേജർ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ നൃത്തശില്പവും മുഖ്യാതിഥി NK രമേശ് ബാബു അവതരിപ്പിച്ച പാവനാടകവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, KGയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുഞ്ഞിന്റെ രക്ഷിതാവിന് ഒരുപാട് ആശങ്കകളുണ്ടാവും. ഇല്ലേ? നിങ്ങൾക്കില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ അപ്രീഹെൻഷൻസ് എന്ന് പറഞ്ഞ അമ്മമാർക്കാണ്. അത്ര നാളും അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി അല്ലെങ്കിൽ നൈറ്റി തുമ്പിൽ തൂങ്ങി ഇങ്ങനെ നടന്നിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് അമ്മയുടെ സാരിത്തലപ്പിൽ നിന്ന് വിട്ട് വേറൊരു സാരിത്തലപ്പിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഹോം ഓഫ് യുവർ ചിൽഡ്രൻ. നമ്മുടെ മക്കളുടെ സെക്കൻഡ് ഹോമാണ്. വളരെ സ്നേഹനിധികളായ അധ്യാപകരും ആയമാരും എല്ലാവരും അവിടെയുണ്ട്. നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടണ്ട. എൻ്റെ മോൻ വെള്ളം കുടിക്കുമോ, എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുമോ, എൻ്റെ മോൻ കരയുമോ, എൻ്റെ മോൾ എങ്ങനെയാവും, എൻ്റെ മോൾക്ക് സങ്കടം വരുമോ, ഒന്നും ചിന്തിക്കേണ്ട. നല്ല മിടുക്കരായി തന്നെ അവര് വളരും. നമ്മുടെ കിൻഡർ ഗാർഡൻ, നമ്മുടെ KG സെക്ഷൻ വളരെ പ്രഗത്ഭമതികളായ അധ്യാപികമാരാണ് ഉള്ളത്. അവർക്കറിയാം എങ്ങനെയാണ് കുട്ടികളെ വാർത്തെടുക്കേണ്ടതെന്ന്. കട്ടയ്ക്ക് കൂടെ നിൽക്കണേ അമ്മമാരെ, നിൽക്കില്ലേ? വിഷ്ണുവിന്റെ വീട്ടിൽ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. മണലൂരിൽ കാലവർഷക്കെടുതിയിൽ കാറ്റിൽ മരമൊടിഞ്ഞു വീണ് മരമുറി തൊഴിലാളി തൃപ്പണത്ത് സുബ്രന്റെ മകൻ വിഷ്ണുവിന്റെ വീട്ടിൽ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷിനെയും VM സുധീരൻ ഫോണിൽ വിളിച്ച് പരമാവധി ധനസഹായം വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അനുവദിച്ചു തരണമെന്ന് VM സുധീരൻ അഭ്യർത്ഥിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ് അടുത്ത ദിവസം തന്നെ വിഷ്ണുവിന്റെ വീട് സന്ദർശിക്കാം എന്ന് VM സുധീരനോട് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, DCC ഭാരവാഹികളായ KK ബാബു, KB ജയറാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ എന്നിവർ VM സുധീരനോടൊപ്പം ഉണ്ടായിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല പരിസ്ഥിതി ദിനാചരണം നടത്തി. പെരിഞ്ഞനം യൂണിറ്റിൽ AKPA കൊടുങ്ങല്ലൂർ മേഖല വൈസ് പ്രസിഡന്റ് ഇജാസ് വലിയകത്തിന്റെ വീട്ടിൽ നടത്തിയ പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ PM തജിർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനും സിനിമാ നടനുമായ സലീം കുമാറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഓർമ്മയ്ക്കായി ഓർമ്മമരമായി തജിരി ടീച്ചറും AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണനും ചേർന്ന് വീട്ടുവളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസരത്തെ കുട്ടികൾക്കും കുടുംബിനികൾക്കും കണ്ടൽ ചെടികളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KR സത്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുരേഷ് കണ്ണൻ സ്വാഗതം പറഞ്ഞു. ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ മോഹനൻ കിഴക്കുംപുറത്ത് പരിസ്ഥിതി സന്ദേശം നൽകി. മേഖലാ ട്രഷറർ AS ജയപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി അജിത് ഗോപാൽ, ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ VV ബിന്ദു, KS സജീവൻ, KO ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് ഇജാസ് നന്ദി പറഞ്ഞു. ചന്ദ്രാപിന്നിയിൽ വ്യാപാരിയുടെ മാല കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. വഴിയമ്പലം സ്വദേശി മൂന്നാക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലം, കുരുകുഴി സ്വദേശി വൈപ്പിൻപാടത്ത് വീട്ടിൽ അഖിൽനാസ് എന്നിവരാണ് പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ചന്ദ്രാപിന്നി സെന്ററിൽ കട നടത്തുന്ന ചന്ദ്രാപിന്നി സ്വദേശി കോലാന്തറ മനോഹരൻ എന്നയാളുടെ മാലയാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന മനോഹരനെ പ്രതികൾ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും
കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ സ്വർണ്ണമാല ബലമായി പൊട്ടിച്ചു കടന്നു കളയുകയുമായിരുന്നു. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മനോഹരനെ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ മാല കവർന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്ന് മനോഹരന്റെ കടയിൽ സ്ഥിരമായി വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചത്. കൊടുങ്ങല്ലൂർ DYSP PP പ്രമോദിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം SHO KT ബിജിത്ത്, SI അജാസുദ്ദീൻ, GSI രാജേഷ് PK, GS CPO സുനിൽകുമാർ, CPO വിശാഖ് കൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താനേരം തുടരുന്നു. പെരിങ്ങോട്ടുകരയിൽ ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാൻ കനത്ത മഴയിലും ആവേശം ചോരാതെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. ആൽഫ നഗറിൽ നടന്ന 17 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഷൂട്ടൌട്ട് മത്സരം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ഫുട്ബോൾ തട്ടി നൽകി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ആൽഡ്രിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡൈഗോ ദേവസി, പ്രോഗ്രാം കൺവീനർ എവിൻ വിൻസെന്റ്, ജോയിന്റ് കൺവീനർ ഡാനിയൽ ഡോൾട്ടൻ, ട്രഷറർ ഏതൻ ഡൈഗോ, CJ വിൻസെന്റ്, നിതുൽ ജോസഫ്, ഡാൽട്ടൻ ദേവസി, രവീന്ദ്രൻ PC എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ആൻഡോ തൊറയൻ സമ്മാനദാനം നടത്തി. ലോകം ഇനി കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കായി വമ്പൻ ബിഗ് സ്ക്രീൻ പവലിയനുമായി വലപ്പാട് ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ 23ാമത് FIFA ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾക്കായി വലപ്പാട് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നാട്ടിക മണപ്പുറത്തെ ഫുട്ബോൾ കളിയുടെ ഈറ്റില്ലമായ വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ VFA സെലക്ട്സ് ബിഗ് സ്ക്രീൻ പവലിയൻ ഒരുങ്ങുന്നു. ജൂൺ 11 മുതൽ ആരംഭിക്കുന്ന ലോകകപ്പ് ആവേശം മുഴുവൻ ഒട്ടും ചോർന്നു പോകാതെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ബിഗ് സ്ക്രീൻ പവലിയൻ ഒരുക്കി എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും തത്സമയം ഫുട്ബോൾ മത്സരങ്ങൾ കാണാനുള്ള സൗകര്യമാണ് വലപ്പാട് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ ജൂൺ 9-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വമ്പിച്ച വാഹന വിളംബര യാത്ര ആരംഭിക്കും. വലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽ K വിളംബര യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. പൂർണ്ണമായും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതെ അച്ചടക്കത്തോടെ എല്ലാ ഫുട്ബോൾ ആരാധകരും വാഹനങ്ങളുമായി ഈ റാലിയിൽ അണിചേരണമെന്നും ജൂൺ 11-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് VFA സെലക്ട്സ് ബിഗ് സ്ക്രീൻ പവലിയന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാട്ടിക MLA ഗീതാ ഗോപി നിർവഹിക്കുമെന്നും ചടങ്ങിൽ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ വിശിഷ്ട സാന്നിധ്യമായിരിക്കുമെന്നും മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ജൂൺ 11 മുതൽ തുടർന്നു വരുന്ന 37 ദിവസക്കാലം കാൽപന്ത് കളിയുടെ എല്ലാ ആവേശവും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാൻ എല്ലാ കായിക പ്രേമികളെയും VFA സെലക്ട്സ് ബിഗ് സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ചെയർമാൻ ജോസ് പുത്തൂർ, കൺവീനർ CR ഷൈൻ, ഫിനാൻസ് കൺവീനർ കൃഷ്ണകുമാർ PB, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മണിലാൽ BK, VFA പ്രസിഡന്റ് OK പ്രദീപ് തുടങ്ങിയവർ അറിയിച്ചു. ഒരേ സമയം 1000-ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ ആസ്വദിക്കാവുന്ന സംവിധാനമാണ് VFA വലപ്പാടിന്റെ നേതൃത്വത്തിൽ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയിട്ടുള്ള കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കച്ചപ്പള്ളി വീട്ടിൽ പൗലോസ് ആണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാരം മോഷണത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്.
വർഷത്തിൽ 6 മാസം ജയിൽവാസവും പുറത്തിറങ്ങിയാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും മോഷണവുമായി ജീവിക്കുന്നതാണ് പൗലോസിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ, മാള, പുത്തൻവേലിക്കര, കാട്ടൂർ, വെള്ളിക്കുളങ്ങര, ചാലക്കുടി, അങ്കമാലി തുടങ്ങി 20ഓളം സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകളുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. പഴയന്നൂർ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തിരുവില്ലാമല തൃശൂർ റൂട്ടിലോടുന്ന സഹാസ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പിടിയിലായത്. ഡ്രൈവർ വിയൂർ സ്വദേശി സുധീഷ്, കണ്ടക്ടർ പഴയന്നൂർ പറക്കുളം സ്വദേശി ഷക്കീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ SHO സുധീർ ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പാലക്കാട് ഒലവക്കോട് നിന്ന് തട്ടിയെടുത്ത കാർ പുതുക്കാട് ചെങ്ങന്നൂരിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ ഒലവക്കോട് കാറിലെത്തിയ 5-അംഗ സംഘം മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാറാണ് തട്ടിയെടുത്തത്. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്ക് തിരിച്ചു പോകുന്നതിനിടെ ഒലവക്കോട്ട് ഭാഗത്ത് വെച്ച് ഈ കാറിൽ അക്രമി സംഘത്തിന്റെ കാർ ഇടിപ്പിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ അക്രമികൾ ഇരുമ്പുവടി കൊണ്ട് കാറിലിടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ഡ്രൈവറും മുൻസീറ്റിൽ ഉണ്ടായിരുന്ന ആളും ഓടി രക്ഷപ്പെട്ടു. ഇതിനിടെ അക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി കാറിലുണ്ടായിരുന്ന 2 പേരുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാർ ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെ ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് റബ്ബർ തോട്ടത്തിലെത്തിയ ആളാണ് തകർത്ത നിലയിൽ കാർ കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസ് വിവരമറിയിച്ചു. പാലക്കാട് നിന്നെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ ഉൾവശം പൂർണ്ണമായും തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ദേശീയപാതയിൽ കവർച്ച നടത്തുന്ന കുഴൽപ്പണ സംഘമാണ് ഇതിന് പിന്നിലെന്നും ആളുമാറിയാണ് ഇവർ കാർ തട്ടിയെടുത്തതുമെന്നാണ് പോലീസ് പറയുന്നത്. പാമ്പുകടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ ആൽജോയുടെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ആൽജോയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ച മന്ത്രി ആൽജോയുടെ സഹോദരൻ അനൂഷിന് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന അനൂഷിന്റെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും എല്ലാ പിന്തുണയും അറിയിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ എന്നിവരും മന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. പെരുമ്പലാവ് ആൽത്തറയിൽ കിണറ്റിൽ വീണ് മധ്യവയസ്ക മരിച്ചു. പെരുമ്പലാവ് ആൽത്തറ സ്വദേശിനി 56 വയസ്സുള്ള കോമളമാണ് മരിച്ചത്. വീടിനു സമീപത്തെ പറമ്പിലുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കോമളത്തെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. കാഞ്ഞിരക്കാട് പാരാട്ടുകുളം കല്ലൂർ മഠത്തിൽ പഞ്ചായത്ത് മെമ്പർ K. സുബീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്തു നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ നശിച്ചു. അപകട സമയത്ത് സുബീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം കനത്തതോടെ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷം. 20ഓളം വീടുകൾ വെള്ളക്കെട്ട്. മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജിന്റെ ക്യാമ്പ് ഓഫീസ് ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.